എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കണ്ടു. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതും ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് MS വേർഡിനെ പറ്റി ഒരു ക്ലാസ് ആണ്. അപ്പൊ ഇങ്ങനെ സമയം കിട്ടുമ്പം കമന്റ്സ് നോക്കുന്ന വഴിക്ക് കാണുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തു പോവാണ്. അപ്പം അങ്ങനെ കണ്ട ഒരു കാര്യമാണ് MS വേർഡിനകത്ത് സിമ്പിൾസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴേ ഒരുപാട് സിമ്പിൾസ് ആഡ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ സിമ്പിൾസ് ഒക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ MS വേർഡിൽ ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയ കാര്യം തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിച്ചു. സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട്, റിപ്ലൈ ഒക്കെ സമയം പോലെ തരുന്നുണ്ട്. അപ്പം വേറെ ഒന്നുമില്ല. പുതിയതായിട്ട് ആരെങ്കിലും അപ്പൊ നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് MS വേർഡിലെ സിമ്പിൾസ് ആഡ് ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പേ എങ്ങനെയാണ് MS വേർഡ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് എന്നുകൂടെ പറയാം. അപ്പൊ നമ്മുടെ പഴയ ക്ലാസ് കാണുന്നവർക്കും നമ്മളെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ ഇപ്പൊ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിയാൻ പറ്റും MS വേർഡ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ MS പെയിന്റ്, അല്ലെങ്കിൽ MS എക്സൽ, അല്ലെങ്കിൽ പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പ് തരുവാണ്. പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെ നമ്മുടെ ക്ലാസ്സിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതായത് പുതിയതായിട്ടൊക്കെ നമ്മുടെ ഫാമിലിയിലോട്ട് വന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു MS വേർഡിനെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പൊ MS വേർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പൊ അതിനകത്തെ ഒരു മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പൊ കൂടുതലായിട്ട് കാണണമെന്നുള്ളവര് നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കുക. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും എളുപ്പത്തിൽ തന്നെ മനസ്സിലാകും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് MS വേർഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ ഒരു സ്ക്രീന്, അതായത് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്നാണ് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഓപ്പണിംഗ് സ്ക്രീനിന്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഈ കാണുന്ന ഈ ഒരു സ്ക്രീനിന് പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് എന്നാണ്. അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പിൽ നോക്കി കഴിയുമ്പം MS വേർഡിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഐക്കൺ എന്ന് പറഞ്ഞാല് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ പിക്ചേഴ്സ് ആണ് ഐക്കൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിലല്ല, എല്ലാവരുടെ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. MS വേർഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്മോൾ ഐക്കൺ കാണാൻ പറ്റും. അതായത് MS വേർഡിന്റെ കാണും, അതുപോലെ എക്സൽ അല്ലെങ്കിൽ പവർ പോയിന്റ്, പിന്നെ നമ്മളുടെ റീസൈക്കിൾ ബിന്ന്, ദിസ് PC. അപ്പൊ അങ്ങനെ കുറെ അധികം ഐക്കൺസ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ആവശ്യമുള്ളത് MS വേർഡ് ആണ്. അപ്പൊ MS വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ MS വേർഡ് എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും വെക്കുക. ഇവ ഇന്ന സ്പേസിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ സിസ്റ്റമാണ്, നമ്മളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ ഈ MS വേർഡ് നമുക്ക് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ MS വേർഡില് ഒരു ബോക്സ് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ബോക്സ് പോലെ കാണുന്നതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ അടുപ്പിച്ച് 2 തവണ ക്ലിക്ക് ചെയ്യുക. അപ്പം ഏതൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യണമെങ്കിലും ഈ സെയിം പ്രൊസീജിയർ ആണ്. അതേലോട്ട് മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ 2 തവണ പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു തവണ പ്രസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ല നമ്മൾ അടുത്ത പ്രസ് ചെയ്യുന്നത്. അടുപ്പിച്ച് 2 തവണ നമ്മൾ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പം ആ ഒരു കറസ്പോണ്ടിങ് പ്രോഗ്രാം നമുക്ക് ഓപ്പൺ ആയി വരും. അപ്പൊ ഇതാണ് MS വേർഡിന്റെ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പൺ ആയി വരുമ്പം നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമുക്ക് ഏത് പേജ് ആണ് വേണ്ടതെന്ന്. അതായത് ഇവിടെ ഒരുപാട് പേജുകൾ ബിൽറ്റിൻ ആയിട്ട് ഇതിൽ തന്നെ ഉണ്ട്, ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ പേജുകൾ. അപ്പൊ നമ്മുടെ ആവശ്യം ഏതാണ് എന്നത് അനുസരിച്ച് പേജ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്കിവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ആവശ്യം. ഇപ്പൊ നമുക്കൊരു ലെറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെയും നമുക്ക് ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് ആവശ്യം.
അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാം. അപ്പൊ ഈ ബ്ലാങ്ക് ഡോക്യുമെന്റിലോട്ട് നമ്മൾ മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐക്കണിൽ കണ്ട പോലെ തന്നെ ഒരു ബോക്സ് നമുക്ക് ഈ ബ്ലാങ്ക് ഡോക്യുമെന്റിന്റെ ചുറ്റും കാണാൻ പറ്റും. അപ്പൊ സെയിം പ്രൊസീജിയർ ആണ്. ഇനി ബ്ലാങ്ക് ഡോക്യുമെന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ എവിടെയെങ്കിലും മൗസ് വെക്കുക. ഇന്ന സ്പേസിൽ വെക്കണമെന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് വെക്കാം. അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് സിംഗിൾ ക്ലിക്ക് ആണ്. അതായത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക. അപ്പൊ ഒരു തവണ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ആയി വന്നു. അതായത് നമ്മൾ പറഞ്ഞത് നമുക്ക് ബ്ലാങ്ക് ഡോക്യുമെന്റ് മതി എന്ന് നമ്മൾ സെലക്ട് ചെയ്യുവാണ്. അപ്പൊ സെലക്ഷന് വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ്. ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് MS വേർഡ് ഓപ്പൺ ആയി വന്നു. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഡെസ്ക്ടോപ്പിൽ തന്നെ MS വേർഡിന്റെ ഐക്കൺ നമുക്ക് കാണാൻ പറ്റും. ഐക്കൺ എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയൊരു പിക്ചർ, MS വേർഡിന്റെ ചെറിയൊരു പിക്ചർ. ഇനി അത് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസ് അതേലോട്ട് കൊണ്ടുവെക്കുക. എവിടെങ്കിലും വെക്കുക, ഇന്ന സ്പേസ് ഒന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MS വേർഡ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇനിയിപ്പോ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാല് ഈ ഫസ്റ്റ് കാണുന്ന ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ്. അപ്പൊ അത് സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ മൗസ് അതേലോട്ട് കൊണ്ടുവെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ബ്ലാങ്ക് ഡോക്യുമെന്റ് സെലക്ട് ചെയ്തു. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് നമുക്കിവിടെ ഓപ്പൺ ആയി വരും. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു സിമ്പിൾ, സ്പെഷ്യൽ സിമ്പിൾസ് ഒരുപാട് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സിമ്പിൾസ് ഒക്കെ ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇൻസേർട്ട് ടാബിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യവും സിമ്പിളുമായി ബേസ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റത്തില്ല. അപ്പൊ സിമ്പിൾസ് എന്ന് പറയുന്നത് ഇൻസേർട്ട് ടാബിലാണ്. നമ്മൾ ഈ MS വേർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി കിടക്കുന്ന ടാബ് ഹോം ആണ്. അപ്പൊ നമുക്കിനി അറിയത്തില്ല ഏത് ടാബാണ് ഓപ്പൺ ആയി കിടക്കുന്നതെന്ന്. നമുക്ക് അറിയത്തില്ലെങ്കിലും വിഷമിക്കേണ്ട. ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇവിടെ സെലക്ട് ആയ പോലൊരു ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഹോം ടാബാണ് ഇവിടെ താഴെ ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം സിമ്പിൾ ആഡ് ചെയ്യാൻ നമുക്ക് ഹോം ടാബ് അല്ല ഇൻസേർട്ട് ടാബാണ് ആവശ്യം. അപ്പൊ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യണം. അപ്പൊ ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഹോമിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആളാണ് ഇൻസേർട്ട്. അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്നത് INSERT. അതിന്റെ എവിടെങ്കിലും ആ ഒരു ആൽഫബറ്റിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നമ്മൾ മൗസ് വെച്ചാൽ മതി. അല്ലാതെ ഇന്ന സ്പേസിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്തൊരു കാര്യം നമുക്ക് കമ്പ്യൂട്ടറിൽ സെലക്ട് ചെയ്യണമെങ്കിലും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുവാണ്. അപ്പം സെയിം നമുക്ക് ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇൻസേർട്ട് ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ഇൻസേർട്ട് ടാബിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതാ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതുപോലാണ് നമുക്ക് ഏതൊരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിലും അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്നത് ഡ്രോ എന്ന് പറയുന്ന ടാബാണ്. ഇനി നമുക്ക് ഡിസൈൻ ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. ഡിസൈൻ എന്ന് പറയുന്നതിന്റെ ഏതെങ്കിലും ഒരു ആൽഫബറ്റിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും ചെയ്തപ്പോൾ ഡിസൈൻ ടാബും ഓപ്പൺ ആയി വന്നു. അപ്പൊ ഇങ്ങനെയാണ് ഏതൊരു ടാബും നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമുക്ക് ആവശ്യം ഇൻസേർട്ട് ടാബാണ്. അപ്പൊ ഒന്നും കൂടി ഇൻസേർട്ട് ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇൻസേർട്ട് ടാബിലോട്ട് മൗസ് വെച്ചു. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻസേർട്ട് ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതിലൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ആള് ഇതിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് സമാധാനമായിട്ട് നോക്കാം. നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്തിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ ഓരോ ഓപ്ഷൻസും വായിച്ചു നോക്കുക. അപ്പൊ നോക്കി നോക്കി വന്നപ്പോ നമുക്ക് ഏറ്റവും അവസാനം സിമ്പൽ എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് കിട്ടി. അപ്പൊ ഈ സിമ്പൽ എന്ന് പറയുന്ന ഇതിലാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സിമ്പിൾസും ഉള്ളത്. അപ്പൊ ഇനി നമുക്കറിയാം ജസ്റ്റ് ഇങ്ങനെ കിടന്നാൽ നമുക്ക് ആ സിമ്പിൾസ് കാണാൻ പറ്റത്തില്ല.
അപ്പൊ സിമ്പൽ എന്ന് പറയുന്നതിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും, അതിന്റെ താഴെ ഒരു ആരോ പോലൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം, ഈ ആരോ പോലെ കാണുന്ന അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിനെ ഓപ്പൺ ചെയ്താലേ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ സിമ്പൽ എന്ന് പറയുന്നതിന്റെ എവിടെങ്കിലും ഈ ആരോയിൽ തന്നെ നമ്മൾ വെക്കണമെന്നില്ല. ഈ സിമ്പൽ എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. ഇനി നമ്മൾ സിമ്പൽ എന്നുള്ളതിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്യുന്നത് എങ്ങനെ? മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ സിമ്പൽ എന്നുള്ളത് നമ്മൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തപ്പോ തന്നെ നമുക്ക് ഒരുപാട് സിമ്പിൾസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾസ് എന്ന് പറയുന്ന ഇതിലുള്ള ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലായി നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സിമ്പിൾസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യം ഏത് സിമ്പിൾ ആണോ ആ സിമ്പിള് കിട്ടാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ഈ കിടക്കുന്ന ഒരു 5 അല്ലെങ്കിൽ V പോലെ കിടക്കുന്ന ഈ ഒരു സിമ്പിൾ നമുക്ക് ആവശ്യമാണ്. അപ്പം നമുക്കതിനെ കൊണ്ടുവരാൻ വേണ്ടി ഈ ഒരു റോമൻ നമ്പർ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ടത്, നമുക്ക് ഏത് സിമ്പിൾ ആണോ ആവശ്യം അതിലോട്ട് മൗസ് വെക്കുക. നമ്മൾ മൗസ് വെക്കുമ്പോൾ തന്നെ ആ സിമ്പിളിന്റെ പേര് അതിന്റെ താഴെ എഴുതി കാണിക്കും. നമുക്ക് പേരറിയത്തില്ലെങ്കിൽ പോലും ആ ഒരു സിമ്പിളിന്റെ പേരവിടെ എഴുതി കാണിക്കും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് കൊണ്ട് വെച്ചാൽ മാത്രം മതി. അപ്പം വെക്കുമ്പോൾ അതിന്റെ പേരവിടെ കാണാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സിമ്പിള് സെലക്ട് ചെയ്യാനായിട്ട്, അപ്പൊ സെലക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സിമ്പിള് നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട്. പിന്നെയും നമുക്ക് അടുത്ത സിമ്പിൾ വേണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്. ഈ സിമ്പിൾ എന്ന് പറയുന്നതിൽ മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സിമ്പിൾ ഏതാണോ ആ സിമ്പിളിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു സിമ്പിള് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഒരു സിമ്പിളിന്റെ പേജ് അവിടുന്ന് പോകും. നമ്മൾ വീണ്ടും ഈ സിമ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ സിമ്പിൾ ആണ്, പ്രയാസമൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും സിമ്പിൾസ് മാത്രമേ ഇതിനകത്തുള്ളൂ? അല്ല, ഇനിയും ഒരുപാട് സിമ്പിൾസ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ നമുക്കിതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തന്നെ ബാക്കി നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ താഴോട്ട് നോക്കുവാണെങ്കിൽ മോർ സിമ്പിൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇനിയും നമുക്ക് കൂടുതൽ സിമ്പിൾസ് കാണണമെങ്കിൽ ഈ മോർ സിമ്പിൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ മോർ സിമ്പിൾസ് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചാൽ മതി. പിന്നെ പൊസിഷൻ എന്നില്ല, ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഒരുപാട് സിമ്പിൾസ് അടങ്ങിയ ഒരു പേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ആണ്. ഇതിൽ ഏത് സിമ്പിൾ ആണോ നമുക്ക് വേണ്ടത് ആ സിമ്പിൾ കൊണ്ടുവരാനായിട്ട് ആ പെർട്ടിക്കുലർ സിമ്പിൾ ആദ്യം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സിമ്പിളിലോട്ട് മൗസ് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്യുമ്പോൾ ആ സിമ്പിൾ ഒരു പ്രത്യേക കളറില്, ഒരു ബ്ലൂ കളറിൽ അത് എടുത്ത് കാണിക്കും. ഇനി സിമ്പിളിനെ ആഡ് ചെയ്യാനായിട്ട് ഈ പേജിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ 2 ഓപ്ഷൻസ് കാണാം. ഇൻസേർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസലും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങ് ചെയ്തു പൊക്കോളും. കാരണം നമുക്കറിയാം ഈ ഒരു സിമ്പിള് കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇൻസേർട്ട് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേജില് ആ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു സിമ്പിൾ കൊണ്ടുവന്നാലും ഈ ഒരു പേജ് പോകത്തില്ല. നമ്മൾ ഈ പേജിനെ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് എത്ര സിമ്പിൾ വേണേലും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? അപ്പം എത്ര സിമ്പിൾ വേണേലും നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു പേജിനെ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. അപ്പൊ ഏതൊരു പേജും നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ പേജിന്റെ തൊട്ടറ്റത്ത് ഇങ്ങനെ നോക്കിയാൽ മതി, ഒരു ക്ലോസ് ബട്ടൺ കാണാൻ പറ്റും. ക്ലോസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു എക്സിന്റെ സിമ്പിൾ ആണ്. ഇനിയിപ്പൊ നമുക്ക് പേരറിയത്തില്ലെങ്കിൽ ഈ എക്സ് എന്നുള്ളതിലോട്ട് മൗസ് വെച്ചാൽ തന്നെ അതിന്റെ പേര് കാണിക്കും, ക്ലോസ്. അപ്പൊ ഈ ഒരു പേജ് നമുക്ക് വേണ്ട, മതി ആക്കി കളയണമെങ്കിൽ ഈ ഒരു ക്ലോസ് ബട്ടൺ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ സെലക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം മൗസ് അതിലോട്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു പേജ് പോയി അവിടുന്ന്. ഇനിയും നമുക്ക് ആ പേജ് കൊണ്ടുവരണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ സിമ്പിൾസ് സെലക്ട് ചെയ്യുക. അപ്പൊ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. മോർ സിമ്പിൾസ് സെലക്ട് ചെയ്യുക. നമ്മുടെ പേജ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് സെലക്ട് ചെയ്യുക.
ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു സിമ്പിൾസ് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങളും ഇമേജസും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് നമുക്കൊരു ഫോണിന്റെ സിമ്പിൾ വേണം, അല്ലെങ്കിൽ ഇമെയിലിന്റെ സിമ്പിൾ വേണം. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഫോണ്ട് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, ഫോണ്ട് എന്ന് പറയുന്ന ഇതില് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സിമ്പിൾസ് എല്ലാം ഈ നോർമൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫോണ്ടിലുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരുപാട് ഫോണ്ട് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ബാക്കിയുള്ള സിമ്പിൾസ് ഒക്കെ കാണുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ഫോണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും അറ്റത്ത് നോക്കുവാണെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ, താഴോട്ട് ഒരു ഡൗൺ ആരോ കാണാം. അപ്പൊ അതിലോട്ട് മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ദാ നമുക്ക് ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഓരോ ഫോണ്ടും സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് സിമ്പിൾസ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഒരുപാട് സ്റ്റൈലില് ഒക്കെ അത് വരുന്നുണ്ട്. അപ്പൊ ഇനി താഴോട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ അറിയാൻ പറ്റും പുതിയ സിമ്പിൾസ് വരുന്നതും പുതിയ സ്റ്റൈലുകളിൽ വരുന്നതും ഒക്കെ. അപ്പൊ ഇതിലെ ഓരോ ഫോണ്ടും നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിലും നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ ആണ്. നമുക്ക് ഏത് ഫോണ്ട് ആണോ വേണ്ടത് അതിലോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ സിമ്പിൾസ് ഒക്കെ നമുക്ക് ഏത് ഫോണ്ടിലാണ് എന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. അപ്പം വെബ് ഡിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ടിലാണ് സിമ്പിൾസ് ഒക്കെ കിടക്കുന്നത്. സിമ്പിൾസ് അല്ല, ഇമേജസ് ഒക്കെ കിടക്കുന്നത്. അപ്പൊ ദാ വെബ് ഡിങ്സ് എന്ന് പറയുന്ന ഫോണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഇമേജസ് അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ഇമേജ് വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പെട്ടെന്ന് ഓർത്തിരുന്നാൽ മതി, നമുക്ക് ഇമേജ് ഉള്ള ഫോണ്ട് വെബ് ഡിങ്സ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ആ ഒരു ഇമേജ് ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനെ വലുതാക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഫോണ്ട് സൈസ് കൂട്ടുന്ന പ്രൊസീജിയർ തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കും, പക്ഷെ ഇത് ആവശ്യം വരുന്നിടത്ത് അവസരോചിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഇമേജിനെ കൊണ്ടുവന്നു, പക്ഷെ അത് ചെറുതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതിനെ വലുതാക്കണമെങ്കിൽ ആ വലുതാക്കുന്ന മെത്തേഡ് ഒരൊറ്റ മെത്തേഡേ ഇതിനകത്തുള്ളൂ, അതായത് ഫോണ്ടിന്റെ സൈസ് കൂട്ടുക. അപ്പൊ സൈസ് കൂട്ടാനുള്ള ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഹോം ടാബിലാണ്. അപ്പൊ നമുക്ക് നേരെ പോയി ഹോം ടാബ് ഓപ്പൺ ചെയ്യാം. ഹോം ടാബ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ ഹോമിലോട്ട് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ നമുക്ക് ഹോം ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടാണ് നമ്മുടെ ഫോണ്ട് സൈസ്. അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്പർ കിടക്കുന്നോ നോക്കുക. ഇനി നമുക്ക് അറിയത്തില്ലെങ്കിൽ മൗസ് ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവെക്കുമ്പോൾ അതിന്റെ പേര് കാണിക്കും. അപ്പൊ ഇവിടെ ഫോണ്ട് സൈസ് എന്ന പേര് കാണിച്ചു. അപ്പൊ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല സൈസ് ഉണ്ട്. അപ്പൊ നമ്മൾ വലിയൊരു സൈസ് കൊടുത്തു, പക്ഷെ അതിന് മാറ്റമൊന്നുമില്ല. എന്ത് പറ്റി? അപ്പം നമ്മൾ നേരെ പോയി അങ്ങ് സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയത്തില്ല ഏത് കാര്യത്തിനാണ് വലിപ്പം കൂട്ടേണ്ടത്. അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം ഈ ചിത്രത്തിനെ നമുക്ക് വലിപ്പം കൂട്ടേണ്ടത്. അപ്പൊ ഈ ചിത്രം എന്നുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യാനായിട്ട് മൗസ് ഒന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അവസാനം വെച്ച്, അതായത് ഈ ചിത്രത്തിന്റെ അവസാനം വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പുറകിലോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ചിത്രം സെലക്ട് ആയി. ഇനി മുന്നിലാണ്, ഫ്രണ്ടിലാണ് നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മുന്നോട്ട് വേണം ഡ്രാഗ് ചെയ്യാൻ. അപ്പൊ അതൊക്കെ നമ്മുടെ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിയാത്തവര് ജസ്റ്റ് ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് പോയി കാണുക. അപ്പൊ ഇത് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് വേണം ഈ ഫോണ്ട് സൈസിൽ ഇഷ്ടമുള്ള വലിപ്പം, കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം ആക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് വലിപ്പം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെ. അപ്പൊ ഈ ഒരു സൈസ് കൂട്ടുന്നതൊക്കെ മനസ്സിലായില്ല എങ്കിൽ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഒന്നും കൂടെ, അപ്പൊ ഈ സൈസ് കൂട്ടുന്നതിന്റെ കാര്യം അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ MS വേർഡിനകത്ത് സ്പെഷ്യൽ സിമ്പിൾസും ചിത്രങ്ങളും ഒക്കെ ആഡ് ചെയ്യുന്നത്. എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ 2 മിനിറ്റിൽ പറഞ്ഞു തീർക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം നമ്മുടെ ക്ലാസ് കാണുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളവരാണ്. അതായത് ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിക്കാൻ പറ്റാതെ
നമ്മുടെ ക്ലാസ് കണ്ടു പഠിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് പറയുന്നത്. അതായത് അവർക്ക് മനസ്സിലാകണം, നമ്മുടെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ അവരിൽ അത് എത്തണം എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നോട് പറയണം. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.